അസ്സലാമലൈക്കും. ബസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരിപ്പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മിക്സിൻ്റെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വറുത്ത അരിപ്പൊടി കേട്ടോ, പത്തിരിപ്പൊടി ആണ്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അരയണം കേട്ടോ. ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞ് ആ ഒരു പൊടിയിൽ മിക്സ് ആവണം. അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഇത് നല്ല സ്റ്റിക്കി ആയിട്ടാണ് കേട്ടോ അത് കിട്ടുക. നമുക്ക് ഒട്ടിപ്പിടിക്കും കയ്യുമ്മേ. ഈ ഒരു സ്റ്റിക്കി നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഓയിൽ കേട്ടോ. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ഒട്ടലൊക്കെ മാറിയിട്ട് നല്ലൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ചോറുണ്ടെങ്കിൽ അതൊക്കെ ബാക്കി വരികയാണെങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് വലിയവർക്കായാലും ഇനി ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചോറ് കൊണ്ടാണെന്ന് ഒരിക്കലും പറയൂല. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഉരുട്ടാണ് കേട്ടോ. ഏകദേശം നമ്മളെ പൂരിയുടെ അത്രയും വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 എണ്ണം നമുക്കിതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 15 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടാട്ടോ. മുകളിൽ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഏകദേശം ഒരു നെയ്പ്പത്തലിൻ്റെ ഒരു രൂപത്തിലാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ 15 ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പത്തിരിയുടെ പ്രസ് എടുത്തിട്ട് അതിലാണ് കേട്ടോ നല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഞാൻ ഒന്ന് ഓയിലും തടവി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പതുക്കെ ചെയ്താൽ മതി. വല്ലാതെ പരന്ന് കഴിഞ്ഞാൽ അത് കുമ്മടായിട്ട് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഒരിച്ചിരി കട്ടി വേണം കേട്ടോ. നമ്മൾ ഏകദേശം നെയ്പ്പത്തലിൻ്റെയൊക്കെ ആ രീതിയിൽ വേണം കട്ടി. പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തു. ഉണ്ടോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വലിയൊരു കുമ്മളായിട്ടിന് വരും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിയും. ആ ഒരു നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഒന്ന് അപ്പുറം മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അതിന് ശേഷം നമ്മൾ കോരി വീണ്ടും ഞാൻ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് അരിപ്പൂരി. അതും ബാക്കി വരുന്ന ചോറ് കൊണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് രാത്രി തന്നെ ചോറ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് റേഷൻ കടയിലത്തെ ചോറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി വൈറ്റ് ചോറാണെങ്കിൽ നല്ല വൈറ്റ് ആയിട്ടിരിക്കട്ടെ ഈ പൂരി, അല്ലെങ്കിൽ കളറിന് ചെറിയൊരു ചേഞ്ച് വരും. അപ്പോൾ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതെല്ലാം റെഡിയായി. 15 എണ്ണമാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏത് അളവ് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഏതാണെങ്കിലും 2 കപ്പ് ചോറ്, 1 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പ്. ഇതുണ്ടോ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇതിനുണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.